നിങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനായാലും നടനായാലും പണക്കാരനായാലും ഇന്ത്യയിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഭരിക്കുന്ന പാർട്ടികൾക്കെതിരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. എന്നാൽ നമുക്കത് സംസാരിക്കാൻ പാടില്ല. പണക്കാർ നിങ്ങൾക്ക് എന്തും ചെയ്യാം, ആരും നിങ്ങളെ ചോദ്യം ചെയ്യില്ല. പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്താൽ നമുക്കെതിരെ തന്നെ കേസെടുക്കും. കേരളത്തിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ ഇല്ല, ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് സത്യം. മാധ്യമങ്ങളും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കില്ല. വിശാൽ അഗർവാൾ, വേദാന്ത് അഗർവാൾ, പൂനെയിലെ ഒരു വലിയ ബിൽഡറാണ് വിശാൽ അഗർവാൾ. ഇയാൾ കാരണമുണ്ടായ ഒരു സംഭവം പൂനെയിൽ മാത്രമല്ല, മുഴുവൻ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്താൻ കാരണമായി. എന്നാൽ ഈ ചോദ്യങ്ങൾ മനസ്സിനുള്ളിൽ മാത്രം, പുറത്തേക്ക് ചോദിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമുക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതാണ് ഞാനിവിടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുട്ടികളെ ആരെങ്കിലും അടിച്ചു കൊന്നിട്ട് നിങ്ങൾ സംസാരിക്കാനേ പാടില്ല എന്നൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. വിശാൽ അഗർവാൾ വലിയൊരു ബിൽഡറാണ്, അറിയപ്പെടുന്ന ഒരു ബിൽഡറാണ്. ധാരാളം സർക്കാർ സ്വകാര്യ കെട്ടിടങ്ങളുണ്ട്, ധാരാളം ബിസിനസ്സുകളുണ്ട്. വിശാൽ അഗർവാളിന് ഒരു മകനുണ്ട്. അവന്റെ പേര് വേദാന്ത് അഗർവാൾ. 17 വയസ്സ് മാത്രം. ഈ സമയം +2 പാസ്സായി. പാർട്ടി കൊടുക്കാനായി സുഹൃത്തുക്കളോടൊപ്പം പബ്ബിലും ബാറിലുമൊക്കെ പോയി. അവിടെ നിന്ന് ഒരുപാട് മദ്യം കഴിച്ചു. അത് CCTVയിലും പതിഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെയ്താൽ സാരമില്ല, ഒരു സമ്പന്നന്റെ മകൻ, അവന് എന്തും ചെയ്യാം എന്ന് പറയും നമ്മുടെ സമൂഹം പറയുന്നത് പോലെ. അവന് പണമുണ്ട്, അവൻ എന്തും ചെയ്യാം. എന്നാൽ 17 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മദ്യം കഴിക്കാൻ അവസരം നൽകിയത് തന്നെ ലജ്ജാകരമാണ്. ഇന്ത്യയുടെ പുരോഗതിയെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ എന്തോ തെറ്റ് ചെയ്തതുപോലെയാകും. നമ്മുടെ ഇന്ത്യയെ നമ്മൾ തന്നെ താഴേക്ക് വലിച്ചെറിഞ്ഞതുപോലെയാകും. അതിനാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. വേദാന്ത് അഗർവാൾ തന്റെ സുഹൃത്തുക്കളോടൊപ്പം പാർട്ടിക്ക് ബാറിലും പബ്ബിലുമൊക്കെ പോയി. മകൻ +2 ജയിച്ചതുകൊണ്ട് വേദാന്ത് അഗർവാളിന്റെ അച്ഛൻ ഇപ്പോൾ ചെയ്തത്, സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ എന്താ ചെയ്യുക, +2 ജയിക്കുകയാണെങ്കിൽ മധുരം നൽകി കുടുംബത്തോടൊപ്പം ആഘോഷിക്കും. എന്നാൽ വേദാന്തിന്റെ അച്ഛൻ ചെയ്തത്, അവന് പോർഷെ കാർ വാങ്ങിക്കൊടുത്തു. അത് അത്രയേറെ വിലമതിപ്പുള്ളതാണ്, അതൊക്കെ നമുക്കറിയാം. ഈ കാർ കാണിക്കാൻ അവൻ ആ കാറും കൊണ്ടുപോയി. അത് പൂർണ്ണമായും രജിസ്റ്റർ ചെയ്ത കാറേ അല്ല. വേദാന്ത് പൂനെയിലെ പ്രധാന സ്ഥലങ്ങളിൽ ഈ കാറും ഓടിച്ചു പോയി. 150 മുതൽ 200 കിലോമീറ്റർ വേഗത്തിലാണ് കാർ ഓടിച്ചു പോയത്. അതിനിപ്പോ എന്താണെന്ന് ചോദിച്ചാൽ, അതുവഴി ഇരുചക്ര വാഹനത്തിൽ 2 ദമ്പതികൾ വന്നു. അവരിൽ ഒരാൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി, മറ്റൊരാൾ എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കി. ഇവർ രണ്ടുപേരും IT-യിൽ ജോലി ചെയ്യുന്നവരാണ്. പെൺകുട്ടിക്ക് 28-നും 30-നും ഇടയിൽ പ്രായമുണ്ട്. പെൺകുട്ടി അടുത്തിടെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും വളരെ പതുക്കെ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു. ഇത് CCTVയിലും പതിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ 17 വയസ്സുള്ള വേദാന്ത്, അവനാണ് കാർ ഓടിച്ചത്. വളരെ വേഗത്തിൽ വന്ന് അവരെ ഇടിച്ച് തെറിപ്പിച്ചു. പുറകിലുണ്ടായിരുന്ന പെൺകുട്ടി 15-30 അടി മാറി തെറിച്ചു വീണു. തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് സംഭവ സ്ഥലത്ത് തന്നെ അവൾ മരിച്ചു. ഇരുചക്ര വാഹനം ഓടിച്ചത് അവളുടെ ഭർത്താവാണ്. അദ്ദേഹം താഴെ വീണു. ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അവിടെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ തന്നെ നേരത്തെ മരിച്ചു കഴിഞ്ഞിരുന്നുവെന്ന് പറഞ്ഞു. തലയിൽ സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് 2 പേരും മരിച്ചു. 2 പേരെയും പോസ്റ്റ്മോർട്ടം ചെയ്യാനും അയച്ചു. അവരുടെ ബന്ധുക്കൾക്ക് വിവരവും പോകുന്നു, ഒരു അപകട മരണത്തിൽ 2 പേരും മരിച്ചുവെന്ന്. എന്നാൽ സത്യത്തിൽ ഇതൊരു അപകടമല്ല, കൊലപാതകമാണെന്ന് പറയാൻ പോലും നമ്മളെ കൊണ്ടാകുന്നില്ല. ദക്ഷിണേന്ത്യയിലെ നിയമത്തിന്റെ അഭാവം അതിന് എതിരാണ്. നിയമത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തോ പാപം ചെയ്തതുപോലെയാണ് മറ്റുള്ളവർ സംസാരിക്കുക. ഇപ്പോൾ വണ്ടി ഓടിച്ച 17 വയസ്സുകാരൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അവൻ അപ്പം തന്നെ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. പക്ഷേ 14 മണിക്കൂറിനുള്ളിൽ അവനെ അറസ്റ്റ് ചെയ്തു. എന്ത് കാര്യം? അടുത്ത സെക്കൻഡ് തന്നെ അവന് ജാമ്യം ലഭിച്ചു. 2 പേരെ കൊന്നു, മദ്യപാനിയാണ്. എന്നാൽ 17 വയസ്സ് മാത്രമുള്ളതുകൊണ്ട് അവനോട് ഒരു 300 വാക്കുകളുള്ള ഉപന്യാസം എഴുതാൻ ആവശ്യപ്പെട്ടു. ഇതൊരു വാഹന അപകടമാണ്, ഇതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, അപകടങ്ങൾ എന്തെല്ലാമാണ്, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു essay എഴുതി ജാമ്യം വാങ്ങിക്കൊണ്ടു പോകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവന്റെ ഉപന്യാസം സ്വീകരിക്കുകയും ജാമ്യം കൊടുക്കുകയും ചെയ്തു. അടുത്തതായി വരുന്നൊരു ട്വിസ്റ്റ്, അവരുടെ ഡ്രൈവറാണ് കാർ ഓടിച്ചത് എന്ന് പറയാൻ തുടങ്ങി. ഇനി ഡ്രൈവർക്കെതിരെയാണ് കേസ് എടുത്തത് എന്നുണ്ടെങ്കിൽ സാക്ഷി ഉണ്ടാകുമല്ലോ. സംഭവ സ്ഥലത്ത് ഒരുപാട് സാക്ഷികളുണ്ട്. ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഈ ഒരു സംസാരം ഉണ്ടാകുന്നു, ഡ്രൈവർ ഇപ്പുറത്തായിരുന്നു ഇരുന്നത്. വേദാന്ത് അഗർവാൾ എന്ന ആ 17 വയസ്സുകാരനാണ് കാർ ഓടിച്ചത്. 150-200 കിലോമീറ്റർ വേഗത്തിലാണ് അവൻ കാർ ഓടിച്ചു പോയതെന്ന്. ഇപ്പൊ പൂനെ പോലീസിനും മറ്റ് മാർഗമില്ല. ജനങ്ങൾക്ക് സത്യം അറിയാം എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അവന്റെ പേരിൽ തന്നെ FIR ഫയൽ ചെയ്തു. അടുത്തതായി വരുന്ന പ്രശ്നം, മദ്യപിച്ചിട്ടില്ല എന്നുള്ള നെഗറ്റീവ് റിസൾട്ട് കാണിക്കുന്നു. അവൻ ബാറിൽ നിന്നാണ് ഇറങ്ങി വന്നത്. മദ്യപിച്ചതിന്റെ ദൃശ്യവും അവിടെ ഉണ്ട്. എന്നാൽ അവന്റെ ബ്ലഡ് റിപ്പോർട്ട് നെഗറ്റീവാണ്.
നമ്മൾ ട്രാഫിക് പോലീസിനോടൊക്കെ ചെന്നിട്ട് നിങ്ങൾ എന്തിനാണ് 500 രൂപ പിഴ ഈടാക്കിയത് എന്ന് ചോദിച്ചാൽ നമുക്കെതിരെ തന്നെ നിരവധി കേസുകൾ ഫയൽ ചെയ്യുന്ന ഒരു നിയമമാണ് നമ്മുടേത്. എന്നാൽ അതിലും മോശമായ ഒരു സംഭവമാണ് പൂനെയിൽ നടന്നത്. അവൻ മദ്യം കഴിച്ചിട്ടേയില്ല, അവനല്ല കാർ ഓടിച്ചത്. പോർഷെ കാർ ഓടിച്ച് വളരെ വേഗത്തിൽ ഓടിച്ച് 2 പേരെ കൊല്ലുകയും ഒരു കുടുംബത്തെ നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 17 വയസ്സുള്ളതിനാൽ 14 മണിക്കൂറിനുള്ളിൽ തന്നെ ജാമ്യം അവന് ലഭിച്ചു എന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമം എത്ര ദുർബലമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയോ തെളിവ് നൽകുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്കെതിരെ കേസെടുക്കുമെന്ന് പോലും പൂനെ പോലീസ് ഓഫീസർ അവരുടെ ബന്ധുക്കളോട് പറഞ്ഞതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തെറ്റ് ചെയ്ത വേദാന്ത് അഗർവാളിനെ രക്ഷിക്കാനാണ് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന അവനെ ഉറങ്ങാൻ നല്ല ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തു. ഫാസ്റ്റ് ഫുഡ് വാങ്ങിക്കൊടുത്തു. ലോക്കൽ MLA സപ്പോർട്ടുള്ളതിനാൽ ഭക്ഷണം കഴിച്ച് അവൻ നന്നായി കിടന്നുറങ്ങി. അടുത്തതായി ജാമ്യം കിട്ടി വീട്ടിലേക്കും വന്നു. രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത ഏതെങ്കിലും ഒരു പാവപ്പെട്ടയാൾ, രാഷ്ട്രീയ പിൻബലമില്ലാത്ത ഒരാൾ ഇത് ചെയ്തിരുന്നെങ്കിലോ, ഒരു സാധാരണക്കാരൻ ഇത് ചെയ്തിരുന്നെങ്കിലോ പോലീസുകാർ അവനെ തല്ലിക്കൊന്ന് അതൊരു ലോക്കപ്പ് ഡെത്താക്കി മാറ്റിയനെ. എന്നാൽ ഒരു പണക്കാരൻ ഇതിൽ കുടുങ്ങിയതുകൊണ്ട് അവന് അതിഥി സൽക്കാരം ലഭിച്ചു. അവർ അവനെ നന്നായി നോക്കി. നമ്മുടെ രാഷ്ട്രീയക്കാർ ഇതുപോലെ പല പ്രശ്നങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ മുന്നോട്ടേക്ക് തന്നെ പോകുന്നു. എന്നാൽ ഇതിലൂടെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർ, നമ്മളെപ്പോലെയുള്ളവർ ഇതിനെ എതിർത്ത് ചോദ്യം ചോദിച്ചാൽ ഇതുപോലെയൊക്കെ 1000 സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതിനിപ്പോൾ എന്തായെന്ന് നമ്മളോട് തന്നെ ചോദിക്കും. 1000 സംഭവങ്ങൾ നടക്കാം, 1000വും നമുക്ക് എതിർത്ത് ചോദ്യം ചോദിക്കാൻ കഴിയില്ല. പക്ഷേ അതിൽ ഒന്നെങ്കിലും ചോദിക്കാമല്ലോ. ഇതേ സമയം നമ്മുടെ രക്ഷിതാക്കൾ ഈ വാഹനത്തിൽ പോകുന്നവരാണ്. അവരെ ആരെങ്കിലും ഇടിച്ചിട്ടിട്ട് പോവുകയും 14 മണിക്കൂറിനുള്ളിൽ അവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്താൽ നമ്മൾ അവരെ ചോദ്യം ചെയ്യുമോ ഇല്ലയോ? വെറും 14 മണിക്കൂർ അവനെ ലോക്കപ്പിൽ വച്ചിരുന്നതാണോ ആ 2 പേരുടെ മരണത്തിന് തുല്യം? മരിച്ചുപോയ ആ 2 പേരുടെ കുടുംബത്തിനും ഈ ചോദ്യം വന്നു കാണുമല്ലോ. തീർച്ചയായും വന്നിരിക്കണം. ഇപ്പോൾ ജനങ്ങൾ ഈ ഒരു പ്രശ്നം കയ്യിലെടുത്തു എന്ന് കണ്ടപ്പോൾ മദ്യം അവന് നൽകിയ ആൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥർ കേസ് ഫയൽ ചെയ്തു. ബാറിനെതിരെ കേസ് ഫയൽ ചെയ്തു. എന്നാൽ അവൻ്റെ അച്ഛനെതിരെ കേസെടുത്തോ? ഇല്ല. 17 വയസ്സ് മാത്രം. അവന് ഇങ്ങനെ ഒരു ആഡംബരക്കാർ എന്തിനു വാങ്ങിക്കൊടുക്കണം? രജിസ്റ്റർ ചെയ്യാത്ത കാർ മകനെ ഓടിക്കാൻ അനുവദിച്ചത് ശരിയാണോ? അവസാനം എല്ലാം കഴിഞ്ഞ് ഡ്രൈവർ പറയും, ഞാനാണ് കാർ ഓടിച്ചത്, ഇവ എല്ലാത്തിനും കാരണം ഞാനാണ്, ഞാൻ മാത്രമാണ് ഉത്തരവാദിയെന്ന്. അങ്ങനെ സംഭവിക്കൂ. കാരണം ഇതുപോലെ എത്ര കേസുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് നമ്മുടെ കുട്ടിക്കായിരിക്കും ഇങ്ങനെ സംഭവിക്കുക. സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ഇപ്പോഴും എതിർത്ത് ചോദ്യം ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ നിയമത്തിന്റെ വൈകല്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.